ഹായ്, എൻ്റെ പേര് ഐറിൻ എന്നാണ്. ഞാൻ ഇവിടെ കൊച്ചിയിൽ തന്നെയാണ്. ആക്ച്വലി ഞാനൊരു സൂംബ ഇൻസ്ട്രക്ടറാണ്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ സെൽഫി. ഇവളുടെ പേര് സെൽഫി എന്നാണ്. ഷിൻസു ബ്രീഡാണ്. ശരിക്കും ഇവളെനിക്ക് ലാസ്റ്റ് ഇയർ എൻ്റെ ഒരു ബർത്ത്ഡേക്കാണ് എനിക്ക് ഇവളെ ആക്ച്വലി കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഷിൻസു ബ്രീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രീഡ്. കാരണം ഭയങ്കര ലവബിളാണ്. എനിക്കിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടിടക്കാം. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ആക്ച്വലി എൻ്റെ ഒരു ബേബീനെ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഹെയറി ഇതൊക്കെയുള്ള ബ്രീഡ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവളെ തന്നെ ചൂസ് ചെയ്തത്. സെൽഫി ആക്ച്വലി ഇപ്പോൾ അവൾക്ക് കറക്റ്റ് പറഞ്ഞപ്പോൾ ഒരു 1 year ആയിട്ടുണ്ട്. 1 year കറക്റ്റ്. ഇപ്പോൾ അവളുടെ ലാസ്റ്റ് ഓഗസ്റ്റിലാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ആക്ച്വലി ബർത്ത്ഡേ വന്നിട്ട് June 23rd. അപ്പോൾ ഒരു 1 year കഴിഞ്ഞു. ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം ഈ ഒരു 1 year എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ ചേഞ്ചസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കില്ലാത്തൊരു സാധനമായിരുന്നു പേഷ്യൻസ്. പക്ഷെ ഇവള് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ കിട്ടിയത് ഒരു പേഷ്യൻസാണ്. പക്ഷേ പേഷ്യൻസിൽ അത് ഇവള് കാരണം എനിക്ക് കിട്ടി. പിന്നെ ഭയങ്കര ലവബിളാണ്, ഭയങ്കര കെയറിങ് ആണ്. എല്ലാം വിധത്തിലും എനിക്ക് ഇവളാണ് എൻ്റെ. ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് വിഷമമൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവള് ഒരു സിബ്ലിങ് ആയും ഒരു ബേബി ആയിട്ടും എല്ലാം കൊണ്ടും എൻ്റെ ഇപ്പം എല്ലാമാണ് ഇവള്. സെൽഫി ഇല്ലാതെ എനിക്കിപ്പോൾ പറ്റാണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം ഞാനും സെൽഫിയും തമ്മിലുള്ളൊരു ബോണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാലും ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോയാലും എവിടെയെങ്കിലും പോയാലും തന്നെ അവൾക്ക് ഭയങ്കര ഞാനായിട്ട് മാത്രമേ അവൾ അറ്റാച്ച്ഡ് ഉള്ളൂ. അതുകൊണ്ട് അത്രയും നേരം അത് എന്താ പറയണ്ട, ഞാൻ പോയി വരുമ്പോൾ ആ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട് ഇവള്. അത് ഭയങ്കര ഒരു മൊമെൻ്റ്. അവൾ എന്നെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇത്രയും നേരം വിഷമിച്ചിരിക്കണമായിരുന്നു എന്നുള്ളൊരു ആ ഫേസ് എക്സ്പ്രഷനിലുണ്ട്. സോ അത് കാണുമ്പോൾ ഭയങ്കര ഓക്കെ, നമുക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. സോ അതെനിക്ക് അതെനിക്ക് ഇവളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ ആം സോ ലക്കി. സെൽഫിക്ക് ആക്ച്വലി ട്രാവലിങ്, പുറത്ത് പോവുക, കറങ്ങുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ പോലും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആളെപ്പോഴും ലിഫ്റ്റിൻ്റെ അവിടെ ഫ്ലാറ്റാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ അവിടെ പോയി നിൽക്കും എപ്പോഴും. പുറത്തോട്ട് പോവാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുമെന്നും പറഞ്ഞ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പോകാനും കറങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ മാക്സിമം എനിക്ക് ടൈം കിട്ടുന്നിടത്തൊക്കെ ഇവളെ കൊണ്ടുപോകാറുണ്ട്. ഇവളുടെ ആക്ച്വലി റൊട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എപ്പോൾ എഴുന്നേക്കുന്നോ അപ്പോഴായിരിക്കും അവൾ എഴുന്നേൽക്കുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇവക്കായിരിക്കും ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടായിരിക്കും ഞാൻ കഴിക്കണത്. അപ്പോൾ അങ്ങനെ പിന്നെ 2 നേരമേ ഉള്ളൂ ഇവളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ അവൾ തന്നെ അവളുടെ ബാക്കിയുള്ള ഇപ്പോൾ സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾ തന്നെ മാക്സിമം പോട്ടിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവൾ തന്നെ അത് ഒരു സ്പേസ് ഉണ്ട് അവിടെ പോയി അതെല്ലാം അവളുടെ കാര്യങ്ങളൊക്കെ അവൾ പക്കേറ്റ് ചെയ്തോളൂ. പിന്നെ ഉറങ്ങുമ്പോഴും അത് തന്നെ, ഞാൻ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോഴേ അവളും കിടക്കുകയുള്ളൂ ആണ് ഇവളുടെ റൊട്ടീൻ. പ്രത്യേകിച്ച് റൊട്ടീനായിട്ടൊന്നുമില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ എഴുന്നേൽക്കും, ഞാൻ കിടക്കുമ്പോൾ അവൾ കിടക്കും. അങ്ങനെ ഇവള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വയലൻ്റോ അങ്ങനത്തെ ഒന്നുമല്ല, പറഞ്ഞാൽ കേൾക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. പക്ഷെ എല്ലാവരുമായിട്ടും ഭയങ്കര ലവബിളാണ്. പറഞ്ഞ പോലെ പെട്ടെന്ന് കുറച്ച് നേരം ഒരാളായിട്ട് മിങ്കിളായതാ പിന്നെ അവർ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്ക്. അവരുടെ മേത്തോട്ട് ഇരിക്കുക, അവരെ കുറേ ഉമ്മൊക്കുക, അങ്ങനത്തെ സീനൊക്കെയാണ്. ഭയങ്കര ലവബിളാണ്. ഭയങ്കര കുറച്ച് നേരമായിട്ട് ഒരാളായിട്ട് മിങ്കിളായാൽ മതി, പിന്നെ അവരെ ഭയങ്കര കാര്യവും. പിന്നെ സോ അങ്ങനെ ഒരു വയലൻ്റോ അങ്ങനത്തെ ഒന്നുമില്ല, പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തിലാണ്. ആള് ഭയങ്കര ചൂസിയാണ്. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഹോംലി ഫുഡ് തന്നെയാണ്. ഞാൻ അങ്ങനെ ഔട്ട്സൈഡ് പാക്കറ്റ് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്തു. ഞാനിപ്പോൾ
വീട്ടിൽ തന്നെ കുക്ക് ചെയ്താണ് ഇവക്ക് മെയിൻലി കൊടുക്കണം. ഇപ്പോൾ പംകിൻ ആയിക്കോട്ടെ, പംകിൻ, ചിക്കൻ, ബീഫ്, ലിവർ, ഇതൊക്കെയാണ് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ഡെയിലി 2 നേരം വെച്ച് കൊടുക്കണം. ഞാൻ പാക്കറ്റ് ഫുഡ് മേടിക്കാറേ ഇല്ല. ഞാനത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. കാരണം അൺഹെൽത്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. സോ മെയിൻലി ഹോംലി ഫുഡ് ഈസ് ബെസ്റ്റ് ഫോർ ആക്ച്വലി ഇവർക്ക് അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആക്ച്വലി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു അവിടുത്തെ മീൻസ് ഫ്ലാറ്റിലുള്ള ആളുകളായാലും എല്ലാവരും എന്തെങ്കിലും ഇതുണ്ടാവുമോ എന്നുള്ള. കാരണം ആദ്യത്തെ ടൈമിൽ ചെറുതായിട്ട് ഇവളുടെ ഈ ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സൗണ്ട് നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവളെ ഡെയിലി ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ കണ്ട് ആക്ച്വലി ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ അത് പ്രോബ്ലമേ അല്ല. കാരണം അവർക്ക് ഇവളത്ര കാര്യമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല ഇപ്പോൾ ഫ്ലാറ്റിൽ. എനിക്ക് ചെറുപ്പം തുടങ്ങിയ ഭയങ്കര ഇഷ്ടമായിരുന്നു പെറ്റെന്ന് പറഞ്ഞാൽ. എനിക്കിങ്ങനെ ഡോഗ്സാണ് ഏറ്റവും ഇഷ്ടം. ഡോഗ്സിനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ കുഞ്ഞിതൊക്കെ കാണുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഞാൻ അതിനെടുത്തോണ്ട് ഈ സൈക്കിളുടെ മുമ്പിൽ ഈ മറ്റേ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിനകത്തും വെച്ചിട്ടായിരിക്കും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പക്ഷെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല ഡോഗ്സ്. പക്ഷെ നേരെ ഞാൻ ഓപ്പോസിറ്റ്. അപ്പം ഞാൻ പിന്നെയും അതിന് ഫുഡൊക്കെ കൊടുത്ത് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഞാൻ വൈകിട്ട് ക്ലാസ് വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാവില്ല, അതിനെ എവിടെയെങ്കിലും കൊണ്ട കളഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നോക്കാൻ പറ്റും, ഞാൻ സെൽഫായിട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് അത്രയും നേരത്തെ ആഗ്രഹം. ആക്ച്വലി ഒരു ലാസ്റ്റ് ഇയർ 2023 എനിക്ക് ഇവളെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ഡോഗ്സിനും ഒരുക്കാൻ ഈ മുടി ഇങ്ങനെ ചെയ്യുവാനും ഈ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യാനും ഒക്കെ കുളിപ്പിക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഈ പറഞ്ഞ പോലെ ആർക്കും ഈ ബ്രീഡ്സിന് പൊതുവേ വലിയ താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഇരുന്നോളും. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ കുളിപ്പിക്കാനാണെങ്കിലും ഇപ്പോൾ അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്യാനാണെങ്കിലും സെൽഫി സിറ്റെന്ന് പറഞ്ഞാൽ അവൾ പിന്നെ അവിടെ ഇരുന്നോളും. അതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല എനിക്ക് ഇവളെ ആക്ച്വലി എനിക്ക് അങ്ങനെ വലിയ പ്രോബ്ലമായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് മാനേജബിളാണ് ഇവള്. പറഞ്ഞാൽ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൂളാണ് ഇവളെ നോക്കാനായിട്ട്. എനിക്ക് ഇവളെ കൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ വേറൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാനോ നോക്കാനോ ഉള്ള ഒരു ഇതില്ല എനിക്ക്. ഞാൻ ഇവളെ കൊണ്ട് തന്നെ ഹാപ്പിയാണ്. ഇപ്പോൾ ഇവള് മതി. വിത്തൗട്ട് സെൽഫി അതാ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടായിരിക്കും ഞാൻ കയറി വന്നത് തന്നെ. കാരണം ഒരു ബ്ലാങ്ക് ആയിരിക്കും, ഒന്നുമില്ല. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ടി വി ഒക്കെ കണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇരിക്കണം. പക്ഷെ സെൽഫി വന്നതിന് ശേഷം എവറിത്തിങ് ഈസ് ചേഞ്ച് എന്ന് പറയാം. കാരണം എൻ്റെ എല്ലാ റൊട്ടീനും മാറി. ഭയങ്കര ലേസി ആയിട്ടിരുന്ന ഞാൻ ഭയങ്കര ആക്റ്റീവായി. ഞാൻ പറയല്ലേ ഇപ്പം ഇങ്ങനെ എനിക്ക് തന്നെ ഭയങ്കര പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ ഇല്ലാത്തൊരു സാധനമായിരുന്നു പേഷ്യൻസ്. പക്ഷെ ഇവർ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേഷ്യൻസ് ആയി. കാരണം ഇവരോട് നമുക്കൊന്നും വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ നമുക്ക് പറ്റില്ല. കാരണം അവരോട് സ്നേഹത്തോടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഇതെനിക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവള് വന്നതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയാൽ തന്നെ എൻ്റെ ഫുൾ മൈൻഡ് ഇവളുടെ അടുത്തായിരിക്കും. തിരിച്ചെങ്ങനെയെങ്കിലും വീടെത്തണം, ഇവളെ കാണണം എന്നുള്ളൊരു മൈൻഡാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇവളില്ലാതെ ഒരു ലൈഫ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഈ 1 year ആയിട്ട് അത്രയും ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി. ഇവക്കും അത് തന്നെ. എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ദിവസം കണ്ടില്ല എങ്കിൽ എന്തെങ്കിലും എനിക്ക് ഷൂട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി ലോങ് പോവേണ്ടി വന്നാൽ അവൾക്ക് ഭയങ്കര ഫീലിംഗാണ് പിന്നെ തിരിച്ച് വരുമ്പോൾ. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഓവറായിട്ട് തിങ്ക് ചെയ്യാറില്ല. കാരണം ഇവള് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓവർ തിങ്ക് ഇപ്പോൾ ചെയ്യാറില്ല ഇല്ലെങ്കിലോ എന്നുള്ളതിൽ. ഇവളിപ്പോൾ ഉണ്ട്. സോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ യെസ്.